ത്രിയേക പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള യൂറിസ് തോമസ് അച്ഛൻ, മാതാപിതാക്കൾ, യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നീ വിശുദ്ധിയുള്ള ദിനം നിങ്ങളോടൊപ്പം ആയിരിക്കാനായി, വചനം സംസാരിപ്പാനായി വലിയവനായ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടുള്ള സ്നേഹബന്ധത്തിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഒരു കടം തീർക്കാൻ വേണ്ടി, വീട്ടുവാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ പട്ടം കെട്ടപ്പെട്ടതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്കായി ആദ്യം എന്നെ വിളിക്കുന്നത് പ്രിയപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ വരണം, കുർബാന എടുക്കണം, ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന്. എന്നാൽ അന്ന് വരുവാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ദേവാലയത്തിലും അതോടൊപ്പം തന്നെ എൻ്റെ വികാരച്ചൻ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു ദേവാലയത്തിലും എടുക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ബാക്കി തിരക്കുകളൊക്കെ വരുന്നത് കാരണം ഇങ്ങോട്ട് വരുവാനായിട്ടൊന്നും സാധിച്ചില്ല. എന്നാൽ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ അച്ഛനോടൊപ്പം ഒത്തിരി ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കൊച്ചമ്മ എൻ്റെ കുടുംബത്തിലെ തന്നെ അംഗമാണ്. അപ്പോൾ ഒരപ്പൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും പ്രവർത്തിക്കുന്ന ആ അനുഭൂതിയിൽ തന്നെയാണ് അച്ഛൻ്റെ കുടുംബവുമായി ടോണിയോടും ടെസിയോടും ഒക്കെ ചേർന്ന് ജീവിക്കുവാനായിട്ടൊക്കെ സാധിച്ചത്. ഈ സന്തോഷ ദിവസങ്ങളെയെല്ലാം, നിമിഷങ്ങളെയെല്ലാം ഓർക്കുന്നു. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇപ്പോൾ പിടിച്ച മീനുകളിൽ ചിലതിനെ കൊണ്ടുവരിക എന്ന്. ഇപ്പോൾ പിടിച്ച മീനിൽ ഒന്നാണ്, 4 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കറി വെക്കണോ വറക്കണോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്കിലും നല്ലത് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്നെയും നിങ്ങളെയും പലരും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, വഴിതെറ്റിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതും വിശ്വസിക്കുന്നതും എല്ലാം എവിടെ നിന്ന് നോക്കിയാ? യുവജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വായിക്കുന്നത് എവിടെ നിന്നാണ്? പത്രങ്ങളിൽ നിന്നാണോ? അല്ല, ഫോണിൽ ആദ്യം കാണുന്നത് നോക്കിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാനും ഫോണിൽ തന്നെ നോക്കിയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരപ്പച്ചൻ പത്രം വായിക്കുകയാണ്. ഈ അപ്പച്ചൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ അപ്പച്ചൻ 4 പത്രം ഒരു ദിവസം വായിക്കും. ഈ അമ്മമ്മ പറയും, ഈ അപ്പച്ചൻ്റെ പത്രം വായനയും കൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം 7 മണിക്ക് വായിക്കാൻ തുടങ്ങിയാൽ 10 മണിയാകുമ്പോഴേ പത്രം വായിച്ച് തീരത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് 4 ചായ ഈ പുള്ളിക്ക് കുടിക്കാനായിട്ട് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എന്തിനാണ് അമ്മാമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് പത്രം വായിക്കുന്നതെന്ന്. അപ്പോൾ ഈ അപ്പച്ചൻ തിരിച്ച് മറുപടി പറഞ്ഞു, അച്ഛാ ഒരു പത്രം വായിച്ചാൽ സത്യം ഒരിക്കലും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്നതല്ല മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്നത്, മംഗളത്തിൽ വേറൊരെണ്ണമായിരിക്കും. അപ്പോൾ സത്യം മനസ്സിലാക്കണമെങ്കിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ മലയാള മനോരമക്കാരെഴുതി 50 മിസൈല് അപ്പുറത്തേക്ക് വിട്ടു, മാതൃഭൂമിക്കാരെഴുതി 40 മിസൈലേ വിട്ടുള്ളൂ എന്നെഴുതി. ഇങ്ങനെ സത്യങ്ങൾ പലതും വളച്ചൊടിച്ച് എൻ്റെയും നിങ്ങളുടെയും അടുക്കിലേക്ക്, എന്നെയും നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി എൻ്റെയും നിങ്ങളുടെയും അടുക്കിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കൽ ഒരു പയ്യൻ തെങ്ങിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുകയാണ്. ഇവനോട് ഇവൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്ന് താഴെ ഇറങ്ങി വരാൻ. ഇവൻ എന്ത് ചെയ്തിട്ടും താഴെ ഇറങ്ങുന്നില്ല. ഇവൻ തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പല വർത്തമാനവും പറഞ്ഞു, ഞാൻ 9 മാസം നിന്നെ വയറ്റിലിട്ട് ചുമന്നതല്ലേ. അവസാനം അമ്മമാരുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധമാണ് 9 മാസ കണക്ക്. ഇത് പറഞ്ഞ് അവനെ താഴെ ഇറക്കുവാൻ നോക്കി. പക്ഷെ ഇവൻ തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ അമ്മ തീരുമാനിച്ചു, ഇനിയും വഴിയൊന്നുമില്ല, അവൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അവനെ നോക്കേണ്ടത്. എന്നാൽ പിന്നെ പള്ളിയിലെ അച്ഛനെ വിളിക്കാം. എന്തു വന്നാലും അവസാനം അച്ഛൻ്റെ നെഞ്ചത്തിലോട്ടാണല്ലോ. അതുകൊണ്ട് പള്ളിയിൽ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വഴി കാണും. അച്ഛൻ വന്നു. അച്ഛൻ തെങ്ങിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന ഇവനെ കണ്ടു. അച്ഛൻ തെങ്ങിൻ്റെ ചുവട്ടിൽ വന്നിട്ട് അച്ഛൻ ഒരു കുരിശ് വരച്ചു. 2 മിനിറ്റ് പോലും എടുത്തില്ല, ഇവൻ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഈ അമ്മ ഈ മകനോട് ചോദിച്ചു, ഞാൻ നിന്നെ 9 മാസം ചുമന്നു, നിന്നെ നോക്കി, എത്രമാത്രം വളർത്തി, എന്നിട്ട് ഞാനിവിടെ കിടന്ന് വാവിട്ട് അലച്ചിട്ട് നീ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ നീ എന്താണ് അച്ഛൻ വന്നൊരു കുരിശ് വരച്ചപ്പോൾ താഴെ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അച്ഛൻ താഴെ നിന്ന് കുരിശ് വരയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മേളിൽ നിന്ന് തോന്നിയത്, നീ താഴേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ ഈ തെങ്ങ് ഞാൻ വെട്ടിക്കളയും
എന്നാണ് ഞാൻ മുകളിലിരുന്ന് ഉപദേശിച്ചത്. അപ്രകാരം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ കള്ളവും ചതുവും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കാതെ, വചനത്തിന്റെ സത്യം തിരിച്ചറിയാതെ മുൻപിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളും വചനം ധ്യാനിക്കുമ്പോൾ സത്യം അറിയുവാനായി, ദൈവത്തെ അറിയുവാനായി, സത്യത്തോട് ചേർന്ന് നടക്കുവാനായി വലിയവനായ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയ ദൈവവചന ധ്യാനത്തിനായി ഇന്ന് ഏവൻഗേലിയൻ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ സത്യം അതെന്താണെന്ന് മനസ്സിലാക്കുവാനായി, ആ സത്യത്തിലൂടെ സത്യമാകുന്ന നിന്നെ തിരിച്ചറിയുവാനായി നീ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടവർക്ക് എന്നോട് സ്തുതിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ചെയ്യാൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട ഏവൻഗേലിയൻ ഭാഗം ഗബ്രിയേൽ ദൂതൻ കന്യാമറിയത്തിനോടുള്ള അറിയിപ്പിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടതും ധ്യാനിച്ചതും. എന്നാൽ ഈ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള ഏവൻഗേലിയൻ ഭാഗം നമുക്കറിയാം, കന്യാമറിയവും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. രണ്ടുപേരുടെ സംസാരമാണ്, രണ്ടുപേരുടെ ഡയലോഗുകളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തി ഇരിക്കുന്നത്. കൗമാരക്കാരിയായ മറിയവും വയോധികയായ എലിസബത്തും, ഒരാൾ പ്രായത്തിന്റെ ഇങ്ങേ തലയ്ക്കൽ നിൽക്കുന്നെങ്കിൽ മറ്റേയാൾ പ്രായത്തിന്റെ മറ്റേ തലയ്ക്കൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ. ഇവരുടെ സംഭാഷണത്തിന്റെ ശ്രദ്ധ എന്തുകൊണ്ട് ആകർഷിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. സംഭാഷണം നടക്കുന്നത് ഒരേ പ്രായക്കാർ തമ്മിലല്ല, പിന്നെയോ രണ്ട് പ്രായക്കാർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ വൃദ്ധയും ക്ഷീണിതയും, മറ്റേയാൾ യുവതിയും കന്യകയുമായിട്ടുള്ള സ്ത്രീ. രണ്ടുപേർക്കും സമൂഹത്തെ നേരിടുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് രണ്ടുപേരും നിൽക്കുന്നതെന്നറിയാം. അതിൻ്റെ പിന്നിലുള്ള കഥകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ധ്യാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഇവരൊരു രണ്ടുപേരുടെയും കൂട്ടായ്മ എന്ന് പറയുന്നത് തുല്യ ദുഃഖിതരുടെ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. രണ്ടുപേരും തുല്യമായിട്ടുള്ള തുല്യ ദുഃഖിതരുടെ കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ബലഹീനമായിട്ടുള്ള കൂട്ടായ്മയല്ല, പിന്നെയോ വളരെ ശക്തിയുള്ള കൂട്ടായ്മയാണ്. കാരണം അവർക്ക് പങ്കിടുവാനായിട്ട് വേദനകളും ആശങ്കകളും ഒക്കെ ഒരുപാട് ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ സാധ്യമായതെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടുപേരും ഒരേ സ്ഥലത്തല്ല ജീവിക്കുന്നത്, രണ്ടുപേരും ഒരേ വീട്ടിലല്ല ജീവിക്കുന്നത്, രണ്ടുപേരും നിൽക്കുന്ന പ്രദേശങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറിയ കഴിഞ്ഞ നിമിഷങ്ങളെ ഓർക്കുവാനായിട്ട് ഇടയായി. കഴിഞ്ഞ ആഴ്ച വായിച്ച ഏവൻഗേലിയോൻ ഭാഗത്തെ സംഭവത്തെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായി. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ ഏവൻഗേലിയോൻ നമുക്കറിയാവോ? നമുക്ക് സംശയമാണ്. അടുത്ത ആഴ്ചത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ്. പക്ഷേ ഈ കന്യക മറിയം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ദൈവം സംസാരിച്ച കാര്യങ്ങൾ, ദൈവവചനം ഈ മറിയം മറക്കുവാനായിട്ട് ശ്രമിച്ചില്ല. തൻ്റെ ഉള്ളിൽ വഹിച്ചതുകൊണ്ടാണ് ഇവൾ ബന്ധപ്പെട്ട് വളരെയധികം ഉത്സാഹത്തോടുകൂടെ എലിസബത്തിന്റെ അടുക്കിലേക്ക് ഓടിയെത്തുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകളെ നിങ്ങൾ ഓർക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജനന സമയം മുതൽ ഈ സമയം വരെ ദൈവം എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. ഈ കന്യകമറിയം ദൈവത്തിന്റെ വാക്ക് ഓർത്തത് കൊണ്ടാണ് അവൾക്ക് അവിടെ ഇരിക്കാൻ കഴിയാതെ അവൾ ബന്ധപ്പെട്ട് ഓടുവാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഞാനും നിങ്ങളും ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും ജോലി സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ ജനന സമയം മുതൽ ഈ സമയം വരെ എത്രമാത്രം കാത്തു പരിപാലിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് എന്നെയും നിങ്ങളെ മറവി എന്ന് പറയുന്ന രോഗം വല്ലാതെ ബാധിച്ചു. പല
പ്രായമുള്ളവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛാ, ഇന്നത് ഞാൻ അവിടെ വെച്ചു, പക്ഷെ പിന്നീട് അത് ഓർക്കുമ്പോൾ എവിടെയാണ് വെച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ആരെയാണ് പഴിക്കുന്നത്? വാക്സിനെ നമ്മൾ പഴിക്കുവാനായിട്ട് ശ്രമിക്കും. വാക്സിൻ എടുത്തത് കൊണ്ടാണ് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടതെന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നുമല്ല. മനുഷ്യൻ ഇന്ന് വല്ലാണ്ട് മാറിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നീട് ദൈവം എങ്ങനെയാണ് നടത്തിയതെന്നുള്ള കാര്യം മറന്നുകൊണ്ട് മനുഷ്യൻ മുൻപിലേക്ക് തന്നെ സഞ്ചരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഒരിക്കലും ഒരു ദേശത്ത് ഒരു ഓന്തിനെ അറിയാമല്ലോ, ഓന്ത് തൂങ്ങിച്ചാകുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടുത്തെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ഈ ഓന്ത് എന്തുകൊണ്ടാണ് തൂങ്ങിച്ചത്തത്? ഇത് മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദേശത്തിന് നാണക്കേടാണ്. ഒരു മനുഷ്യൻ തൂങ്ങിച്ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരു ഓന്ത് തൂങ്ങിച്ചാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രയാസമാണ്. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. അവസാനം ഈ ഓന്തിന്റെ മുറിയിൽ നിന്ന് ഈ പോലീസുകാർക്ക് ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടുവാനായിട്ട് ഇടയായി. ഈ ആത്മഹത്യക്കുറിപ്പിൽ ഓന്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ തൂങ്ങിച്ചോകാനായിട്ടുള്ള കാരണം എൻ്റെ വർഗക്കാരൊന്നുമല്ല, പിന്നെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഞാൻ തൂങ്ങിച്ചാകുവാനായിട്ടുള്ള കാരണം. പിന്നെയും ഓന്ത് താഴേക്ക് എഴുതിയിരിക്കുന്നത് തൻ്റെ പേപ്പറിൽ, തൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ, ഞാൻ എന്തുകൊണ്ടാണ് തൂങ്ങിച്ചത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ നിറം മാറുന്ന അത്രയും വേഗത്തിൽ എനിക്ക് നിറം മാറുവാനായിട്ട് കഴിയത്തില്ല. അതെനിക്കും എൻ്റെ വർഗത്തിനും നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പള്ളിയിൽ ഒരു മുഖം, വീട്ടിൽ ഒരു മുഖം, കോളേജുകളിലും സ്കൂളുകളിലും ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു മുഖം, ഇങ്ങനെ പലവിധമായിട്ടുള്ള മുഖങ്ങളും സ്വഭാവങ്ങളും വെച്ചുകൊണ്ട് ദൈവത്തെയും മറന്ന്, ദൈവ നന്മകളെയും മറന്ന്, അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ഞാനും നിങ്ങളും ഓടുകയാണ്, ബന്ധപ്പെട്ട് ഓടുകയാണ്. എങ്ങോട്ട് ഓടുകയാണ്? അറിയത്തില്ല. എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന പണി അവസാനിക്കുന്നത് 10:30-ക്ക്. പക്ഷെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയത്തില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു 20 കൊല്ലം മുൻപേ നമുക്ക് എത്ര ഫോൺ നമ്പർ കാണാതെ അറിയായിരുന്നു? ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് എത്ര ഫോൺ നമ്പറുകൾ കാണാതെ അറിയാമായിരുന്നു? 10-20 എണ്ണമെങ്കിലും അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് എത്ര ഫോൺ നമ്പർ നമുക്ക് കാണാതെ അറിയാം? നമുക്കൊന്നും അറിയത്തില്ല. അപ്പൻ്റെ അറിയത്തില്ല, അമ്മയുടെ അറിയത്തില്ല. ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബന്ധങ്ങളെല്ലാം തീർന്നു. നമ്മുടെ മറവി വല്ലാണ്ട് നമ്മെ ബാധിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യമായി നമ്മുടെ ശമ്പളത്തിൽ നിന്ന് വാങ്ങുന്ന വാഹനം, അതിൻ്റെ നമ്പർ ഇന്നും നമ്മൾക്ക് കാണാതെ അറിയാം. എന്നാൽ ഇന്നൊരു വീട്ടിൽ വിസിറ്റിന് ചെല്ലുകയാണെങ്കിൽ അപ്പാപ്പൻ ഒരു വണ്ടി, അമ്മമ്മയ്ക്ക് മറ്റൊരു വണ്ടി, മക്കൾക്ക് പിന്നെയും 4 എണ്ണം. ഇതിൻ്റെ ഒന്നിൻ്റെ നമ്പർ നമുക്ക് കാണാതെ അറിയത്തില്ല. ഇന്ന് നാം ഇന്നലകളെ മറന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത്. ലൂക്കോസ് 17:17 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: 10 കുഷ്ഠരോഗികൾക്ക് യേശു തമ്പുരാൻ സൗഖ്യം കൊടുക്കുന്നു. പക്ഷെ യേശുവിൻ്റെ അരികിലേക്ക് തിരികെ വരുന്നത് ആരാ? ഒരാൾ മാത്രമേ തിരികെ വരുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത് ഇങ്ങനെയായി തീർന്നു? യേശു തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, വേർ ഇസ് ദ റിമൈനിങ് 9? ബാക്കി 9 പേർ എവിടെ? നിങ്ങൾക്ക് ഒരുമിച്ചാണ് സൗഖ്യം ലഭിച്ചത്. ഈ ഇടവയ്ക്ക് ഒരുമിച്ചാണ് ഞാൻ അനുഗ്രഹങ്ങൾ നൽകിയത്. പക്ഷെ ഈ ദേവാലയത്തിലെ ബാക്കിയുള്ളവർ എവിടെ? ഒരാൾ മാത്രമേ നന്ദി പറയുവാനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്ന് വരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ദൈവത്തെ മറന്നുകൊണ്ട് മുൻപിലേക്ക് സഞ്ചരിക്കുന്നു. വേദപുസ്തകത്തിൽ നമുക്ക് ചേരുന്ന ഒരു പക്ഷിയുണ്ട്. നോഹയുടെ ജീവിതകാലത്തിൽ പെട്ടകത്തിലെ പ്രളയത്തിനൊക്കെ ശേഷം നോഹ പെട്ടകത്തിൽ നിന്ന് പറത്തിവിടുന്ന മലങ്കാക്ക എന്ന് പറയുന്ന ഒരു പക്ഷി. പക്ഷമുള്ളതിനെയാണ് പക്ഷി എന്ന് പറയുന്നത്. പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകുള്ളതിനെയാണ് പക്ഷി എന്ന് പറയുന്നത്. ഈ മലങ്കാക്ക എന്തിനാണ് പറത്തി വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെള്ളം താണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഈ മലങ്കാക്കയെ നോഹ പറത്തി വിടുന്നത്. പക്ഷേ മലങ്കാക്ക വെള്ളം താണ സ്ഥലം കണ്ടപ്പോൾ മലങ്കാക്കയ്ക്ക് ബിരിയാണി കിട്ടിയ സമയം അല്ലെങ്കിൽ അവസ്ഥ ആയിരുന്നു. ഇതുവരെ തന്നെ ആരാണോ നോക്കിയത്, ആ ആളെ, ആ യജമാനനെ, ആ സംരക്ഷകനെ മറന്നുകൊണ്ട് ഈ മലങ്കാക്ക തൻ്റെ വഴി തേടി മുൻപിലേക്ക് പോകുന്നു. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ മറന്നുകൊണ്ട്, ഇതുവരെ എന്നെ നിങ്ങളെ നോക്കിയ ദൈവത്തെ മറന്നുകൊണ്ട് മുൻപിലേക്ക് പോവുകയാണെങ്കിൽ ആരുടെ സ്വഭാവമായിരിക്കും എനിക്കും നിങ്ങൾക്കും? മലങ്കാക്കയുടെ സ്വഭാവമായിരിക്കും എനിക്കും നിങ്ങൾക്കും. ഈജിപ്റ്റ് ചിന്തയിൽ ഇപ്രകാരം ഒരു ചിന്തയുണ്ട്. അവർ ഈ മോതിര വിരലിനെ വിളിക്കുന്നത് വെനെ മോറിസ് എന്ന് പറയുന്ന ഒരു നാമം നൽകിയാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോതിരം ആരാണോ നിന്റെ കയ്യിൽ ഇട്ട് നൽകിയത്, ഈ മറുപാതിയെ മറന്നുകൊണ്ട് നീ ജീവിക്കല്ല്. എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ഈ മോതിരം ആരാണോ ഇട്ട് നൽകിയത്, വരനോ വധുവോ, അവരെ മറന്നുകൊണ്ട് നീ ജീവിക്കല്ല്. നിന്റെ എൻ്റെ മറുപാതി എന്ന് പറയുന്നത്
എൻ്റെ പാതി എന്ന് പറയുന്നത് ദൈവം തമ്പുരാനാണ്. ആ ദൈവത്തെ മറന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുവാനായിട്ട് ശ്രമിക്കല്ല. മറിയ എന്തുകൊണ്ട് മുന്നിലേക്ക് ഓടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട് അവൾ എന്തുകൊണ്ട് എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഇന്നലകളുടെ നന്മകളെ അവൾ അവളുടെ മനസ്സിൽ സൂക്ഷിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു, കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ച് എന്നെ സംബോധന ചെയ്ത എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് എനിക്കിനിയും എൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്കിനിയും ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി ഓടണം. അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുമ്പോൾ, ആരോഗ്യം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, ഭവനം, എല്ലാ കാര്യങ്ങളും നൽകിയിരിക്കുമ്പോൾ ഞാൻ എത്രമാത്രം ഓടണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒന്നാമത്തെ ചിന്തയായി പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മുടെ ഓട്ടത്തിൽ ഇന്നലകളെ, ദൈവം നടത്തിയ വിധങ്ങളെ പ്രിയപ്പെട്ടവരെ മറന്നു പോകുവാനായിട്ട് ഇടയാകല്ല. ഒരു ചിന്തയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നവരായി തീരണം ഞാനും നിങ്ങളും. ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, സൗഹൃദ ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നവരായി തീരണം ഞാനും നിങ്ങളും. ഇന്ന് ബന്ധങ്ങൾ എല്ലാം തകർന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. 5 ലക്ഷം മുടക്കി വിവാഹം കഴിക്കും, പക്ഷെ 5 ദിവസം പോലും ആ ബന്ധത്തിന്റെ ആയുസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് മാരേജ് ലൈഫ്, അതായത് വിവാഹം നടത്തുവാൻ വേണ്ടിയുള്ള അപേക്ഷകളെക്കാൾ എണ്ണത്തിന്റെ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം ഉപേക്ഷിക്കുവാനായിട്ട് താല്പര്യം കാണിക്കുന്ന ജനത്തിന്റെ എണ്ണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ 2 അമ്മമാർ ബന്ധങ്ങളുടെ വില എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അവർ പരസ്പരം ഒരു സുഹൃത്തായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥ സുഹൃത്ത്? ഒരച്ഛൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മഹത്വങ്ങളുടെ താബോറിലും വ്യാകുലങ്ങളുടെ ഗത്സമനയിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. മഹത്വങ്ങളുടെ താബോറിലും വ്യാകുലങ്ങളുടെ ഗത്സമനയിലും ഒരുപോലെ കൂടെ നിൽക്കുന്നത്. താബോർ എന്ന് പറയുന്നത് തിളക്കമുള്ള സ്ഥലമാണ്, അവിടെ കൂടെ നിൽക്കുവാനായിട്ട് ആൾക്കാരുണ്ട്, സന്തോഷത്തിന്റെ സ്ഥലമാണ്. എന്നാൽ ഗത്സമന എന്ന് പറയുന്നത് വേദനയുടെ സ്ഥലമാണ്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഒരു സുഹൃത്ത് ഉണ്ടോ? സന്തോഷത്തിൽ എൻ്റെയും നിങ്ങളുടെയും കൂടെ നിൽക്കുവാൻ അനേകർ കാണും. ഞാനും നിങ്ങളും 50, 55, 60 വർഷമായി ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഇപ്രകാരം ഒരു സുഹൃത്തിനെ നേടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിച്ചോ എന്ന് ചിന്തിക്കണം. ഇവിടെ ഒരമ്മ ഏകയായി നിൽക്കുമ്പോൾ, എലിസബത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അവിടെ അടുക്കലേക്ക് മറ്റൊരമ്മ കടന്നു വരികയാണ് ചെയ്യുന്നത്. അമ്മ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഭൂമിയിൽ മനോഹരമായ വാക്കുകളിൽ ഒന്നാണ് അമ്മ എന്ന് പറയുന്ന വാക്ക്. അമ്മ എന്ന് പറയുന്ന വാക്ക് 2 അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. 2 അക്ഷരം എന്ന് പറയുന്നത് മമ അല്ലെങ്കിൽ ഇമ്മ, മറ്റൊരു അക്ഷരം എന്ന് പറയുന്നത് ആ. ഈ 2 അക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴാണ് അമ്മ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുന്നത്. മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേത് എന്ന് അർത്ഥം. മമയോടൊപ്പം ആ ചേർത്ത് കഴിയുമ്പോൾ എൻ്റേതല്ല എന്ന് അർത്ഥം. ഓരോ അമ്മമാരും ഈ ലോകത്തിൽ ജനിക്കുന്നത് അതിനു വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുവാനായി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എരിഞ്ഞു തീരുന്നവരായി തീരുകയാണ് ഓരോ അമ്മമാരും. ഇവിടെയും 2 അമ്മമാർ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുവാൻ വേണ്ടി ഒരുങ്ങുന്നു. സൗഹൃദത്തിന്റെ, ബന്ധത്തിന്റെ വില അവർ നമ്മെ കാണിച്ചു തരുന്നു. യേശു കർത്താവ് തന്റെ പരസ്യശുശ്രൂഷക്കാലത്ത് 12 എണ്ണത്തിനെ വിളിച്ച് കൂടെ കൂട്ടി. യേശുവിന്റെ ക്രൂശിലുള്ള യാത്രയിൽ ഈ 12 എണ്ണത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. സ്നേഹിച്ചവരാരും കൂടെ ഇല്ലായിരുന്നു. റോം ഭരിച്ച സീസർ ഒരിക്കൽ തന്റെ ഭവനത്തിൽ നിന്നും വീടിന് വെളിയിലേക്ക് നടക്കുവാനായിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 24 കത്തിമുനകൾ കയറി ഇറങ്ങുവാനായിട്ട് ഇടയായി. അദ്ദേഹം സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച ബ്രൂട്ടോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 24 കത്തിമുനകൾ കയറുന്നതിന് കാരണമായി തീരുന്നു. അപ്പോൾ ഈ സീസർ ചോദിക്കുന്നുണ്ട്, യു ടു ബ്രൂട്ടസ്. നമ്മുടെ യുവജനങ്ങളൊക്കെ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന വാചകമാണ് യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്നത്. ബ്രൂട്ടസെ, നിന്നെ ഞാൻ സ്നേഹിതനായിട്ട് കരുതിയതല്ലേ, എന്നിട്ടും നീ എൻ്റെ വേദനയിൽ എന്തേ കൂടെ നിൽക്കാഞ്ഞത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. 1984 ഒക്ടോബർ 31 എന്ത് സംഭവിച്ചു? 1984 ഒക്ടോബർ 31 ഭാരതം വിറങ്ങലിച്ച കറുത്ത ദിനം. ഭാരതത്തിന്റെ ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധി കാറിൽ കയറുന്ന സമയം തൻ്റെ അംഗരക്ഷകരിൽ നിന്ന് 29-30 ബുള്ളറ്റുകൾ തൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങി പോകുവാനായിട്ട് ഇടയായി. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ കൂടെ നിൽക്കാത്തതായിട്ടുള്ള അവസ്ഥ.
പക്ഷേ ഇവിടെ ഒരമ്മ മറ്റൊരമ്മയുടെ വേദനയിൽ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ആ അമ്മയുടെ വേദനയിൽ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരെ വേദനയിൽ മുറുകെ പിടിച്ചോണം. അത് ഏത് പ്രായത്തിലായാലും, നിങ്ങൾ എവിടെ ആയിരുന്നാലും, നിങ്ങൾ ജോലി സ്ഥലങ്ങളിലും കോളേജുകളിലും സ്കൂളിലും ഒക്കെ ആയിരുന്നാലും, നിങ്ങൾ വേദനയിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചോണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് അവസാനിച്ചു പോകുവാനായിട്ട് ഇടയാവും. ജീവിതം എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമില്ല. ജീവിതത്തിന്റെ ദൂരം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ആ പുറകിലിരിക്കുന്ന മാമോദിസ തൊട്ടിയിലാണ്, അവസാനിക്കുന്നത് ഇവിടെ ഒരു മേശപ്പുറത്താണ്. ഇത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ നല്ല ജീവിതം നയിച്ചു എന്ന് മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് സാധിക്കണം. വേദനയിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളണം. ജോൺസൺ മാഷിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. സംഗീത സംവിധായകനായിട്ടുള്ള ജോൺസൺ മാഷ്, അദ്ദേഹം പെട്ടെന്നുണ്ടാകുന്ന ഒരു തലവേദനയിൽ കൂടെയാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാനായിട്ട് ഇടയാകുന്നത്. ഇദ്ദേഹം മരിച്ച് 6 മാസം തികയുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന്റെ മകൻ, ഏക മകൻ, ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോകുവാനായിട്ട് ഇടയാകുന്നു. എന്നാൽ മകൻ മരിച്ചു 2 മാസം വീണ്ടും കഴിയുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന്റെ മകളും പെട്ടെന്നുണ്ടായ ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിന് ഈ ജോൺസൺ മാഷിന്റെ ഭാര്യയെ, റാണി ജോൺസനെ വിളിച്ചപ്പോൾ ഈ ചോദ്യകർത്താവ് ചോദിച്ചു, സ്ത്രീയെ നിനക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്? നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, നിന്റെ മക്കൾ 2 പേരും നഷ്ടപ്പെട്ടു, പിന്നെ എങ്ങനെ നിനക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് റാണി ജോൺസണോട് ചോദിച്ചപ്പോൾ റാണി ജോൺസൺ ഇപ്രകാരം മറുപടി പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത്. CS മാത്യു എന്ന് പറയുന്ന സുവിശേഷൻ, അദ്ദേഹത്തിന് 8 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. 8 ആൺമക്കളും മരിച്ചു പോകുവാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്രകാരം പാടി, എൻ പ്രിയനേക്കാൾ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല എന്ന്. മോശവത്സലം ശാസ്ത്രികൾ ക്രിസ്തീകർത്തനത്തിൽ പല പാട്ടുകളും അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏക മകൻ 10-ാം വയസ്സിൽ പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പാടി, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമെന്ന്. വേദനയിൽ മറ്റൊരു മനുഷ്യൻ ഇപ്രകാരം എഴുതി, ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, അവർ വേദനയിൽ ദൈവത്തെ പിടിച്ചു, വേദനയിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ രണ്ടാമത്തെ ചിന്തയായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നവരാകണം നാം. എങ്ങനെ ബന്ധങ്ങളെ ബലപ്പെടുത്തുവാനായി സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. എന്ത്? മറ്റുള്ളവരുടെ വേദനയിലും ഞാനും നിങ്ങളും അവരോടൊപ്പം ചേർന്ന് ജീവിക്കണം. എനിക്കും നിങ്ങൾക്കും അവരോടൊപ്പം ചേർന്ന് കഴിയുവാനായിട്ട് സാധിക്കണം. ഇന്ന് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ വേദനയിൽ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശുശ്രൂഷ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ശുശ്രൂഷ എന്ന് പറയുന്ന പദം രൂപപ്പെട്ടു വന്നിരിക്കുന്നത് സംസ്കൃത പദമായ 2 പദത്തിൽ നിന്നാണ്. ശ്രേയതം അധികം ഇച്ഛ എന്ന് പറയുന്ന 2 പദങ്ങൾ ചേരുമ്പോഴാണ് ശുശ്രൂഷ എന്ന് പറയുന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രേയതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുക, ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. കേൾക്കുവാനായിട്ടുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ വീട്ടിലും ചെന്ന് കഴിഞ്ഞാൽ ആരെ കാണുവാനായിട്ട് സാധിക്കും? 450 വീടുള്ള ഒരു ദേവാലയമാണ് കലയപുരം ശാലേം മർത്തോമ ഇടവക എന്ന് പറയുന്നത്. ഈ ദേവാലയത്തിലെ പല വീടുകളും നമുക്കറിയാം. ഈ ദേവാലയം തന്നെയല്ല, ഇന്ന് ഈ ദേവാലയത്തിലെയും പല വീടുകളിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ആരെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും? അപ്പനെയും അമ്മയും ഒരു പട്ടിയെയും. ഈ 3 പേരെ നമുക്ക് എല്ലാ വീട്ടിലും കാണുവാനായിട്ട് സാധിക്കുള്ളൂ. ഞാനൊരു അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ്. അമ്മച്ചി 6 മാസം മുന്നേ പ്രാർത്ഥിച്ചത്, എൻ്റെ മോനെ UK അയക്കണമേ അയക്കണമേ എന്ന്. ഇപ്പോൾ ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മോനെ UK നിന്ന് വരുത്തണമേ എന്ന്. കാലം, പ്രിയപ്പെട്ടവരെ, മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ മറക്കുന്നു, സഹോദരങ്ങളെ നമ്മൾ മറക്കുന്നു, ഇടവകയും ഇടവക ജനങ്ങളെയും, ഇതുവരെ എന്നെയും നിങ്ങളെ നടത്തിയ ദൈവത്തെ മറന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ നാം വീണു പോകുവാനായിട്ട്, പ്രിയപ്പെട്ടവരെ, ഇടയാവും. അതിനിനിയും അധികം താമസം ഉണ്ടാവുകയില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഒന്നാമത്തെ ചിന്തയെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മുടെ ഓട്ടത്തിൽ ഇന്നലകളെ മറന്നുകൊണ്ട് നമ്മൾ ഓടുവാനായിട്ട് ശ്രമിക്കില്ല. ഞാനും നിങ്ങളും മുൻപോട്ട് കുതിക്കുകയാണ്, പല നേട്ടങ്ങളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, പല നേട്ടങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി, എൻ്റെ കയ്യിൽ ആക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഞാനും നിങ്ങളും മുൻപിലേക്ക് ഓടുമ്പോൾ, ഇന്നലെ നീ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ജനന സമയം മുതൽ നിന്നെ കരുതി ഇതുവരെ ആക്കി വെച്ച ദൈവത്തെ ഞാനും നിങ്ങളും മറക്കല്ല. 2, ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നവരായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കണം. പരസ്പരം കരുതുവാനും വേദനയിലായിരിക്കുന്നവരെ ഒന്ന് കേൾക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. ഈ വചനത്താൽ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.